ഹലോ ഗായ്സ് അപ്പം നമ്മുടെ ജൂലൈ 1-ാം തീയതി ഒരു പ്രോബ്ലം നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മൾ ആമസോണിൽ നിന്നൊരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് നമുക്കത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പം പ്രൊഡക്റ്റിൻ്റെ കവറ് ഫുള്ള് തുറന്നിട്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലെ കംപ്ലീറ്റ് പ്രൊഡക്റ്റും ഉണ്ടായിരുന്നില്ല, മിസ്സിങ് ആയിരുന്നു അല്ലേ. അപ്പം ഇതിനെപ്പറ്റിയിട്ട് ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ബാക്കിയായിട്ട് അപ്ഡേഷൻസ് അറിയിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പിട്ട് വീഡിയോ നിങ്ങൾ ആരും കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ മറക്കരുത്. ഞാൻ അതിൻ്റെ ലിങ്ക് നമ്മുടെ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് കണ്ടാലാണ് എന്താണ് പ്രോബ്ലം എന്ന് മനസ്സിലാവുള്ളൂ. എങ്കിലും ഞാൻ പറയാം. അപ്പോൾ അതാ നമ്മുടെ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജൂലൈ 1-ാം തീയതിയാണ് നമുക്ക് ഈ സംഭവം നമുക്ക് കിട്ടുന്നത്. ഞാൻ നമ്മുടെ DG Osmo Action 4-ന് വേണ്ടിയിട്ട് ഒരു സ്ക്രീൻ ഗാർഡായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. 149 ആണ് അതിൻ്റെ വില എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഒന്നും പ്രൊഡക്റ്റ് കാണുന്നില്ല. നമ്മൾ ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടുള്ളവർക്ക് മനസ്സിലാവുമായിരിക്കും. അങ്ങനെ നമ്മൾ ആമസോണിൻ്റെ കോൺടാക്റ്റ് നമ്പർ എടുത്ത് അവരെ കോൺടാക്ട് ചെയ്ത ടൈമിൽ അവർ പറഞ്ഞത് നമ്മളെ ഇതിൻ്റെ അപ്ഡേഷൻസ് അറിയിച്ചിട്ട് പിറ്റേ ദിവസം വിളിക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസമായിട്ട് 4 മണിക്ക് മുമ്പ് വിളിക്കുമെന്ന് അവർ പറഞ്ഞത്, അല്ലെങ്കിൽ മോർണിംഗെന്നും പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസമായിട്ട് ഇവരുടെ ഒരു അഡ്രസ്സും ഇല്ല. നമ്മളാകെ ഭയങ്കര ടെൻഷനായി, എന്താണ് സംഭവം നമുക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു 10-15 പ്രാവശ്യം നമ്മൾ വീണ്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് അവരെ കിട്ടിക്കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു, ഇന്നലെ നിങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് വിളിച്ചില്ല, എന്താണ് ഇങ്ങനെയാണോ ചോദിച്ചു. അങ്ങനെ അവർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു അവരുടെ ഭാഗത്തു നിന്ന് പറ്റിയ തെറ്റാണ്, ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് എന്താക്കി, അവരൊന്നും കൂടി ഈ പ്രോഡക്റ്റ് അവരൊന്നും കൂടി അയക്കാമെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ ഒന്നും കൂടി അയച്ചിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവർ പറഞ്ഞു ജൂലൈ 12-നുള്ളിൽ നമ്മുടെ ഈ സ്ക്രീൻ ഗാർഡ് എത്തും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ അവർ പ്രൊഡക്റ്റ് ഒന്നും കൂടി അവർ നമുക്ക് ഇങ്ങോട്ട് അയച്ചിട്ടുണ്ടെന്നുള്ള ഇത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം എന്താ പറയുക, നമ്മൾ ഭയങ്കര ടെൻഷനായി പോയി ഗൈസ്. ഇതെന്താ നമ്മുടെ ക്യാഷ് പോയോ, നമ്മുടെ പ്രൊഡക്റ്റ് പോയോ, എന്താ ഒരു അഡ്രസ്സില്ല, ഇതെന്താ നമ്മൾ ഓർഡർ ചെയ്തിട്ട് നമ്മൾ അത്രയും സേഫ് ആയിട്ടുള്ള ആമസോൺ ആപ്പിൽ നിന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമുക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിവിടെ ഒരു കാര്യം മനസ്സിലായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആമസോണിൻ്റെ ഭാഗത്തു നിന്ന് പറ്റിയൊരു തെറ്റല്ല എന്നാണ് ഗൈസ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പം എന്താ പറയുക, ഇത് ആരാണ് ആ പ്രൊഡക്റ്റ്, ഹോൾ പ്രൊഡക്റ്റ് ആരാണ് ഇത് എടുത്തതെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. അത് കൈ കിട്ടുന്നത് തന്നെ നമുക്കിവിടെ ഡെലിവറി ബോയ് അത് കയ്യിൽ കൊണ്ട് തന്നു. അത് കീറിയിട്ടാണ് അയാളുടെ കയ്യിൽ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അതേപടി എൻ്റെ കയ്യിൽ തരുവാണ് ചെയ്തത്. അപ്പം ഞാൻ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. പിന്നെ അയാൾ പറയണമായിരുന്നു, ഇത് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇതിന് ഡാമേജ് ഉണ്ട് എന്നുള്ള കാര്യം അയാൾ അപ്പം എന്നോട് പറയണമായിരുന്നു. ഞാൻ വീട്ടിൽ വന്ന് കഴിഞ്ഞ് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ട്, ഇതിൻ്റെ ബില്ല് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അയാൾ ഞാൻ വിളിച്ചു കഴിയുമ്പോഴാണ് അയാൾ പിന്നെ പോയിട്ട് തിരിച്ചുകൊണ്ട് പറഞ്ഞത്, അയ്യോ അത് ഞങ്ങൾക്ക് അവിടെ കിട്ടുമ്പോഴേ കയറിയതായിരുന്നു. എന്നാൽ പിന്നെ അയാൾ ഇവിടെ എനിക്ക് കൊണ്ടുതരാൻ വന്നപ്പോൾ അത് പറയണ്ടായിരുന്നു. അത് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷൻ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇതാ സേഫായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഞാൻ എൻ്റെ കവറൊന്ന് മുറിച്ചിട്ടുണ്ടായിരുന്നു. ആ വന്ന ഒരു എക്സൈറ്റ്മെൻറ്റിലും ഉണ്ടോ നമുക്ക് നോക്കണമല്ലോ. അവിടെ നിന്ന് തന്നെ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഫസ്റ്റ് ഓഫ് ഓൾ വരുന്നത് അതിൻ്റെ ബില്ലാണ് കേട്ടോ, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ബില്ലാണ്. ഇനി ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ സംഭവം ഇരിക്കുന്നത്. കണ്ടോ, ഇതാണ് നമ്മുടെ സ്ക്രീൻ ഗാർഡ് എന്ന് പറയുന്നത്. നോക്കിയേ, ശരിക്കും നോക്കി വെക്ക് ഗായ്സ്. അപ്പോൾ ഈ സ്ക്രീൻ ഗാർഡ് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഇതാ നമ്മുടെ സ്മാർട്ട് വാച്ചിനും അതുപോലെ തന്നെ നമ്മുടെ സ്മാർട്ട് ഫോണിനും യൂസ് ചെയ്യാൻ പറ്റിയൊരു സ്ക്രീൻ ഗാർഡായിട്ടാണ് നമുക്കിത് ഒറ്റ നോട്ടത്തിൽ നമുക്കിത് കാണാൻ പറ്റുന്നത്. കണ്ടില്ലേ, ഇത് നമ്മുടെ ക്യാമറയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്ക്രീൻ ഗാർഡാണ്. നമുക്കിവിടെ കണ്ട് നമുക്ക് മനസ്സിലാവേ ഇല്ല കേട്ടോ. അപ്പം ഇത് കണ്ടില്ലേ, DG Osmo Action 4 ക്യാമറ, ഇതാ ഇവിടെയാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ സ്ക്രീൻ DG Osmoയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ള കാര്യം ഇവിടെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇത് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇത് സ്മാർട്ട് വാച്ചിനോ നമ്മുടെ ഫോണിനോ ഒക്കെ വേണ്ടിയിട്ടുള്ള സ്ക്രീൻ ഗാർഡാണെന്നാണ് ഗായ്സ് ഓർക്കുള്ളൂ. അപ്പം ഇപ്പം എനിക്കിവിടെ മനസ്സിലായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് എന്തായാലും ഏതോ ഒരു വ്യക്തി അത് പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ള സ്ക്രീൻ ഗാർഡ് വാച്ചിനോ അല്ലെങ്കിൽ അയാളുടെ ഫോണിനോ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് പോയതാന്നുള്ള കാര്യം നമുക്കിപ്പോൾ ശരിക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇത് കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇതാ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വൈപ്സ് വന്നിട്ടുണ്ട്, അത് ക്ലീൻ ചെയ്യാനുള്ള സംഭവം. പിന്നെ ഇതാണ് നമ്മുടെ
ക്യാമറേൻ്റെ സ്ക്രീൻ ഗാർഡ് എന്ന് പറയുന്നത്. ഇതൊരെണ്ണം, പിന്നെ അടുത്തതാ ഇതും ഇതും. അപ്പോൾ ഈ 3 എണ്ണമാണോ ഉള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ഭാഗ്യത്തിനൊരു ഡാമേജും കൂടാതെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇത് എടുത്ത വ്യക്തി എന്തായാലും ആരായാലും അടിപൊളിയാണ്. കാരണം എന്തായാലും മണ്ടനായിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോണിൻ്റെയോ അതുപോലെ തന്നെ വാച്ചിൻ്റെ എങ്ങാണ്ടാന്ന് ഓർത്തുകൊണ്ടാണ് സംഭവം ഇത് പൊട്ടിച്ചെടുത്തുകൊണ്ട് പോയേക്കുന്നത്. എന്തായാലും ആ വ്യക്തി ശശിയായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. പക്ഷേ ഇത്രമാത്രം ധൈര്യം എവിടെ നിന്ന് വന്നു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഒരാൾ ഓർഡർ ചെയ്ത സാധനം പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിലത്തെ സാധനം എടുക്കുക എന്ന് പറയുന്നത് അപാരം തന്നെ. അപ്പോൾ എന്തായാലും നമുക്കിത് സേഫായിട്ട് നമ്മുടെ കയ്യിൽ സെക്കൻഡ് ടൈം കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ വിലപിടിപ്പുള്ളൊരു സാധനം നമ്മൾ ഇങ്ങനെയുള്ള ആപ്പിൽ നിന്നൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് അത് ഇങ്ങനെ കിട്ടുന്നതിന് മുമ്പ് ഇങ്ങനെ മിസ്സായി പോവുകയാണെന്ന് ആലോചിക്ക്. ഇത് കാര്യം 149 റുപ്പീസാണ്, വിലപിടിപ്പില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഇതില്ലാതെ നമുക്ക് പറ്റില്ല. പക്ഷേ എങ്കിലും ഇതിനേക്കാളും ഭയങ്കര ഒരു പ്രൈസുള്ളൊരു സാധനമായിരുന്നെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ ആരോട് എങ്ങനെയെന്ന് എന്തെന്ന് ചോദിക്കും? ഒന്ന് ആലോചിച്ച് നോക്കുക. ആ ടെൻഷൻ നിങ്ങൾക്ക് വന്നാലാണത് മനസ്സിലാവുള്ളൂ. ഇത്രയും ഒരു കുഞ്ഞ് പ്രൊഡക്റ്റ്, ഇത്രയും എന്താ പറയുക വിലേൻ്റെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമ്മളിതിനെ അന്വേഷിക്കില്ല എന്ന് ഇതെടുത്ത ആളെന്തായാലും ഓർത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ അതിൻ്റെ പുറകെ നടന്ന് ഇതിൻ്റെ കാര്യം എന്താണെന്ന് അന്വേഷിച്ചു. പക്ഷേ ഇത് ആരാണ് എടുത്തെന്നുള്ള കാര്യം നമുക്ക് ഇതുവരെയായിട്ട് നമുക്ക് അറിയത്തില്ല. ആരാ നമുക്കൊരു ഐഡിയ ഇല്ല, നമുക്കറിയത്തില്ല ആരാണ്. എന്തായാലും ആമസോണിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് പറ്റിയിട്ടില്ല എന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. അവരൊന്നും കൂടി ഇത് അയച്ചു തരുകയും ചെയ്തു. എന്തായാലും ആമസോണിനോട് ഒരുപാട് താങ്ക് യു ഞാൻ പറയുകയാണ്. പിന്നെ ഇത് എവിടുന്ന് എങ്ങനെ മിസ്സായി പോയെന്ന് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്നുള്ള കാര്യം നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് കിട്ടിയെന്നുള്ള കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് ഞാൻ വന്നത്. ഇനിയിപ്പോൾ നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ ബാക്കിയില്ലേ എന്ന് നിങ്ങൾ ഓർക്കും, എന്താ അതിൻ്റെ അപ്ഡേഷൻ ഇല്ലാത്തതെന്ന്. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വന്നത്. അപ്പം ഇനി നമ്മുടെ ക്യാമറയിലേക്ക് നമുക്കിത് ഒട്ടിച്ചിട്ട് എന്താക്കാം, ക്യാമറേൻ്റെ ആയിട്ടുള്ള തന്നെ വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ ഗായ്സ്, അപ്പം നമുക്ക് അടുത്തൊരു സൂപ്പർ കൂൾ വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. ഇനി ഇങ്ങനെയൊന്നും ആർക്കും സംഭവിക്കരുതെന്നാണ് ഗായ്സ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഓക്കെ, ബൈ.